മറ്റൊരു ഷോർട്ട് ലിസ്റ്റിൻ്റെ അപ്ഡേറ്റ്സുമായിട്ടാണ് നമ്മൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. ഒത്തിരി പേര് കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ജില്ലക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. കാറ്റഗറി നമ്പർ ആദ്യം പറയാം, 113/2025. ഏതാണ് ആ പോസ്റ്റ് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPS കാറ്റഗറി നമ്പർ 113/2025. സാലറി സ്കെയിൽ 35,600 രൂപ മുതൽ 75,400 രൂപ വരെയാണ്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മലപ്പുറം ജില്ലയിലേക്കാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. പിന്നീട് അവിടെ കൊടുത്തിരിക്കുന്നത് OMR പരീക്ഷ നടന്ന തീയതിയാണ്. അത് 20/4/2026 പരീക്ഷ കഴിഞ്ഞത്. അപ്പോൾ ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഇനി ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അതിനുശേഷം ഒറിജിനൽ ഡോക്യുമെൻറ്റ്സിൻ്റെ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ മലപ്പുറം ജില്ലയിൽ ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബി LPSൽ മെയിൻ ലിസ്റ്റിൽ വന്ന ആളുകളുടെ രജിസ്റ്റർ നമ്പർ ന്യൂമറിക്കൽ സീക്വൻസിൻ്റെ ഓർഡറിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഒപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാരന്മാരിലേക്കോ ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അവർ ഈ ഒരു പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവരിലേക്കൊന്ന് വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അവർക്കും അവരുടെ രജിസ്റ്റർ നമ്പർ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഞാനിത് പതിയെയാണ് താഴോട്ട് സ്ക്രോൾ ചെയ്യുന്നത്. വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് രജിസ്റ്റർ നമ്പർ ചെക്ക് ചെയ്താൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലുള്ള വീഡിയോകൾ ഒട്ടും മിസ്സാവാതിരിക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഉപകാരപ്രദമാണെങ്കിൽ എന്ത് ചെയ്യുക, ഹൈപ്പ് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPS മലപ്പുറം ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളിത് പതിയെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോവുകയാണ്. നിങ്ങൾക്കിവിടെ കാണാം സപ്ലിമെൻ്ററി ലിസ്റ്റ് എത്തിക്കഴിഞ്ഞു. ഓരോ കാറ്റഗറി തിരിച്ചും സപ്ലിമെൻ്ററി ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. മെയിൻ ലിസ്റ്റിൽ 220 പേരെയാണ് PSC ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 47 പേരുണ്ട്. ഡിഫറൻ്റ്ലി ഏബിൾഡ് കാറ്റഗറിയിൽ 5 പേര്. അങ്ങനെ ആകെ 272 പേരുടെ ലിസ്റ്റാണ് PSC ഇട്ടിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് എന്ന് നോക്കാം. മെയിൻ ലിസ്റ്റിൽ വന്ന 220 ആളുകളുടെ കട്ട് ഓഫ് മാർക്കായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് 44.33 മാർക്കാണ്. അപ്പോൾ ഈ പറഞ്ഞ 44.33 മാർക്കോ ഇതിൽ കൂടുതലോ ലഭിച്ചവരാണ് ആ മുഖ്യ പട്ടികയിൽ വന്ന 220 ഉദ്യോഗാർത്ഥികൾ. അപ്പോൾ ഇതിന് താഴെ മാർക്ക് ലഭിച്ചവർ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. സോ ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടിയിട്ട് കൂടെ കൂടുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.